സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വരുന്നു. 7 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. സുനിഷ അയലൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുനിഷ, വേനൽ മഴ കനക്കുകയാണോ? 7 ജില്ലകളിലാണല്ലോ യെല്ലോ അലർട്ട്. വിനീത, അങ്ങനെയാണ്. അതായത് ഇനി അടുത്ത ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പ്രധാനമായും ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ കനക്കുക എന്ന മുന്നറിയിപ്പുള്ളത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് പ്രധാനമായും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് എന്നതാണ്. വരുന്ന ദിവസങ്ങളിലും 3 ദിവസം കൂടി ഈ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ്. അതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. 55 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുള്ള തീരദേശവാസികളെല്ലാം തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ മുതൽ, നാളെ 11 മണി മുതൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് എന്നതാണ്. നിലവിൽ മത്സ്യബന്ധനത്തിനൊന്നും തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ മഴ കനക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനീത, ശരി, സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.